കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു വെള്ളാന നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. അതിനകത്ത് കാലാകാലങ്ങളിൽ ഓരോ ചെയർമാൻമാരെയും മാനേജിംഗ് ഡയറക്ടർമാരെയൊക്കെ പിടിച്ചു വെക്കും. യവന്മാരെയൊക്കെ ജോലി എന്ന് പറയുന്നത് പൈസ അടിച്ചെടുക്കുന്ന പരിപാടിയാണ്. കാരണം ഈ കശുവണ്ടിയുടെ ഇറക്കുമതി എന്ന് പറയുന്നത് ഒന്നും രണ്ടും അല്ല, കോടിക്കണക്കിന് രൂപയാണ്. ഏതാണ്ട് ഒരു ആവറേജ് ഒരു 300 കോടി 500 കോടി വരെ ആ റേഞ്ചിലൊക്കെ വരുന്ന ഇറക്കുമതിയാണ് നടത്തുന്നത്. അതിൽ 2005 മുതൽ 2016 വരെ ഉള്ള പീരീഡിൽ, അതിൽ 2005 മുതൽ 2015 വരെയുള്ള പീരീഡിൽ KM ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അയാൾ INTUC-യുടെ വളരെ പ്രമുഖനായ നേതാവാണ്, പ്രസിഡൻ്റാണ്. ഈ INTUC-യുടെ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴാണ് ഈ തോന്നിവാസങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അയാളെ ഈ പറഞ്ഞു കേട്ടത് എനിക്ക് നേരിട്ട് ബന്ധം അറിഞ്ഞുകൂടാ. അയാളുടെ അളിയനാണെന്ന് പറയപ്പെടുന്നു. രതീഷ് എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥനുണ്ട്. അയാൾ ഈ ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ വെക്കുന്നു. അപ്പോൾ അളിയനും കൂടെ അങ്ങ് ഭരിക്കുകയാണ് ഇരുന്ന്. അത് കടകംപള്ളി മനോജ് എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ്റെ വാചകത്തിലാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 2000 കോടി രൂപയുടെ അഴിമതി അവർ നടത്തി എന്നുള്ളതാണ് അയാൾ പറഞ്ഞത്. കശുവണ്ടി ഇറക്കുമതി നടത്തും. J&J ട്രേഡേഴ്സ് എന്ന് പറയുന്ന കോട്ടയത്തെ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന് വഴിവിട്ട രീതിയിൽ സ്ഥിരമായിട്ട് ഇതിൻ്റെ മിഡിൽ മാൻ ആയിട്ട്, അതായത് ഏജൻ്റായിട്ട് നിൽക്കാനുള്ള അവസരം അങ്ങ് കൊടുത്തിട്ട് ഈ പറഞ്ഞ പരിപാടികൾ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നു. ഏതായാലും ശരി, അവസാനം അത് പിടിവീണു. ഇത് പ്രശ്നമായി. അതായത് ഇത് ഈ അഴിമതി മറ നീക്കി രംഗത്ത് വന്നു. ആദ്യം വിജിലൻസ് ഈ കേസ് അന്വേഷിച്ചു. വിജിലൻസ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കാര്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവരെ കൊണ്ട് ഇത് അന്വേഷിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് പിന്നെ CBI രംഗപ്രവേശം ചെയ്യുന്നു. CBI രംഗപ്രവേശം ചെയ്ത് കേരള ഹൈക്കോടതി CBIക്ക് അന്വേഷണം വിട്ടതിനാണ്. അതാരാ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ അഴിമതി സത്യമാണോ അല്ലയോ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് പ്രാഥമികമായ കാര്യങ്ങൾ, പ്രഥമ ദൃഷ്ടിയ ഉള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതി ഇതിനകത്ത് മാത്രമല്ല, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇടപാടായതുകൊണ്ട് ഈ വിജിലൻസിന്, കേരള വിജിലൻസിന് ഇത് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത് CBIക്ക് ഈ അന്വേഷണം വിട്ടത്. CBI ഇത് വളരെ നന്നായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം CBI ഇതിനകത്ത് അഴിമതിയൊക്കെ പുറത്തു കൊണ്ടുവന്നു. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് PC ആക്ട് അനുസരിച്ചുള്ള ഒഫൻസ് ഉണ്ടെന്ന് കണ്ടിട്ട് ഇതിനകത്ത് അവർക്ക് അന്വേഷണം പൂർത്തിയാക്കി ഫൈനൽ റിപ്പോർട്ട് കൊടുക്കണം. ഈ ഫൈനൽ റിപ്പോർട്ട് കൊടുത്താൽ വേറൊരു പ്രശ്നമുണ്ട്. സെക്ഷൻ 19 PC ആക്ട് അനുസരിച്ച് ഗവൺമെൻറ്റിന് അനുവാദം വേണം. അപ്പോൾ ഇത് സംസ്ഥാന വിഷയമായതുകൊണ്ട് CBI അന്വേഷിച്ചൊന്നും മാത്രമേ ഉള്ളൂ. CBIക്ക് ഇവിടുന്ന് യഥാർത്ഥത്തിലെ സംസ്ഥാനത്ത് തന്നെ എന്ന് ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല CBIക്ക്. പക്ഷേ അതെൻ്റെ തന്നെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. CBI ഏതായാലും ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അന്ന് മുതൽ കഴിഞ്ഞ ഏതാണ്ട് 3-4 വർഷം കൊണ്ട് ഇതിൻ്റെ സാങ്ഷന് വേണ്ടി നടക്കുകയാണ്. ഗവൺമെൻറ് സാങ്ഷൻ ഇല്ലാതെ ഇതിനകത്ത് പ്രോസിക്യൂഷൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ അന്വേഷണമൊക്കെ പൂർത്തിയാക്കി ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി. പക്ഷേ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ വേണം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാങ്ഷന് വേണ്ടി ഇവർ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ആരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോഴുള്ള ആളല്ല ആ വ്യവസായ വകുപ്പ് മന്ത്രി, ശ്രീ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി. ഇവർക്ക് എന്താ വേണ്ടതെന്നറിയോ? അന്നത്തെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, ഇവർക്ക് ഈ INTUC നേതാവിൻ്റെ അടുത്ത് വലിയ പ്രേമമാണ്. അതാ കാര്യം. അതിന് കാരണം എന്താണെന്ന് ബാക്കി നിങ്ങൾ ഊഹിച്ചാൽ മതി, ഞാനൊന്നും പറയുന്നില്ല. കാരണം ഇതിനകത്ത് കോടികളുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. കോടികൾ, അളിയനും കൂടി ഇരുന്ന് കോടികൾ അടിച്ചു മാറ്റിയെന്നുള്ള ആരോപണമാണ് ഉള്ളത്. സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ സ്വത്തുക്കളിന്മേലുള്ള അന്വേഷണം വേണം. അതായത് ഡിസ്പ്രപ്പോർഷണേറ്റ് അസറ്റ്, നോൺ സോഴ്സസ് ഓഫ് ഇൻകം, അവർക്ക് അറിയപ്പെടുന്ന വരുമാനമല്ലാതെ അവർ വേറെ എന്തെങ്കിലും സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ, അവരെ ബന്ധുക്കളോ എന്നുള്ളതിനെക്കുറിച്ച് ശരിയായ അന്വേഷണം നടത്തേണ്ടതാണ്. അതൊന്നും നടത്തുന്നില്ല. അത് ഇപ്പോഴും ആരും നടത്തത്തില്ല. INTUC-യുടെ നേതാവല്ലേ, INTUC പ്രസിഡന്റിനെ രക്ഷപ്പെടുത്തേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ കടമയല്ലേ? അതുപോലെ തന്നെ അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി
അയാളുടെ കടമയല്ലേ. അപ്പോൾ അവർ നോക്കിയേ വെക്കുള്ളൂ. അതുകൊണ്ട് ഇതിന് പെർമിഷൻ ഇല്ല. അതിന് പറഞ്ഞ കാരണം എന്താണെന്നറിയോ? ഇത് CBIയുടെ കണ്ടെത്തലുകളൊക്കെ തെറ്റായത്. CBI അന്വേഷിക്കേണ്ട കേസല്ല. CBI അന്വേഷിക്കേണ്ട കേസാണെന്ന് കേരള ഹൈക്കോടതി കണ്ടിട്ട് CBI അന്വേഷണം ഓർഡർ ചെയ്ത കേസിനകത്ത് ഇവിടെ ഇരുന്നുകൊണ്ട് മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും കൂടെ പറഞ്ഞ് CBI അന്വേഷിക്കേണ്ട കേസല്ലെന്ന്. ഇവരെ തലയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. യഥാർത്ഥത്തിൽ കണ്ടന്റാണ്, കോട്ടലക്ഷ്യമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇത് തള്ളാൻ പറഞ്ഞേക്കുന്ന കാര്യം, അതായത് സാങ്ഷൻ കൊടുക്കാതിരിക്കാൻ പറഞ്ഞേക്കുന്ന ഈ കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥ കോട്ടലക്ഷ്യമാണ്. കേരള ഹൈക്കോടതി ഓർഡർ ചെയ്ത് അന്വേഷണം CBIക്ക് കൊടുക്കുന്നു. ഹൈക്കോടതി ഇരുന്നുകൊണ്ട് ചുമ്മാ ഇരുന്നുകൊണ്ട് വരുന്ന വഴിയെ പോകുന്നവനെയൊക്കെ വിളിച്ച് CBIക്ക് അന്വേഷണം കൊടുക്കുകയാണോ? അല്ല. ഇവരന്വേഷിക്കില്ലെന്നറിയാം. മാത്രമല്ല ഇത് ഇവരന്വേഷിക്കേണ്ട സബ്ജക്റ്റ് അല്ല. ഇൻ്റർനാഷണൽ റാമിനിഫിക്കേഷൻസ് ഉള്ളതുകൊണ്ട് ഈ CBI അന്വേഷിച്ചാലേ ഒക്കുള്ളൂ. ഈ വിജിലൻസിനൊന്നും അവിടെ പോയി അന്വേഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഇറക്കുമതി. അപ്പോൾ അതിനകത്ത് അവർ പ്രതികളായിട്ട് പറഞ്ഞത് ആരെയാണെന്നറിയോ? ഒന്ന്, ഇതിൻ്റെ ചെയർമാൻ, അതായത് വേറെ ആരുമല്ല, KM ചന്ദ്രശേഖരൻ. രണ്ട്, രതീഷ്, അതായത് ഈ കശുവണ്ടി വികസന വകുപ്പിൻ്റെ അതിനകത്ത് ആ കോർപ്പറേഷൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടിരുന്ന ആൾ. പിന്നെ മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഉള്ളത് ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് അയാളെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രതി എന്ന് പറയുന്നത് J&J ട്രേഡേഴ്സിൻ്റെ ആള് കേട്ടോ, എന്തോ ഒരു ജോസഫ്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അതാണ്. അപ്പോൾ ഇവരെ പ്രതിയാക്കി കേസ് കൊടുത്തു. കേസ് അവസാനം എന്താണെന്നറിയോ? ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചുള്ള ഒഫൻസിന് കോഗ്നിസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ സാങ്ഷൻ വേണം, ഗവൺമെൻറ് സാങ്ഷൻ. ഈ സാങ്ഷൻ ഇവർ കൊടുക്കത്തില്ല, നിർബന്ധമാണ്, കൊടുക്കത്തില്ല. അപ്പോൾ അതിന് വ്യവസായ വകുപ്പ് സെക്രട്ടറി പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല, ഹനീഷിന് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഹനീഷിൻ്റെ തീരുമാനത്തിൽ വരുന്ന ഒരു കാര്യമല്ലത്. മേലാവി എന്ന് പറയും, എന്നാലേ ഹനീഷിന് ചെയ്യാൻ നോക്കും. അല്ലാതെ ചുമ്മാ ഇരുന്ന് ഹനീഷിന് പറയാൻ ഒക്കത്തില്ല. ഹനീഷ് പറഞ്ഞു കാണും ഇത് കൊടുക്കണമെന്ന്, പക്ഷേ ചെയ്യത്തില്ല. മന്ത്രി ഉൾപ്പെടണ്ടേ, കൊടുക്കില്ലല്ലോ. അങ്ങനെ അവസാനം ഇവർ ഈ കുറ്റപത്രം കൊടുത്തു. കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് PC ആക്ട് അനുസരിച്ചുള്ള ഒഫൻസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുണ്ടായിരുന്ന ഒഫൻസുകൾ മാത്രമാണ് കോഗ്നിസൻസ് എടുത്തേക്കുന്നത്. അതായത് അത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ CBIയുടെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കേണ്ടത്, ഫൈനൽ റിപ്പോർട്ട്. അതിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള കേസുകളുടെ മാത്രം കോഗ്നിസൻസ് എടുത്തു. അതുമായിട്ട് അങ്ങ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് അത് ഊരിപ്പാനും അതെങ്ങനെ കിടക്കും. വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ. നേരെ മറിച്ച് PC ആക്ട് അനുസരിച്ചുള്ള ഒഫൻസ് ആണെങ്കിൽ അതിന് ഊരിപ്പാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് CBI കോടതിയിലോട്ട് വരും. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. മറ്റേത് മജിസ്ട്രേറ്റ് കോടതി മൂലം പോയി കഴിഞ്ഞാൽ കുറേ താമസിക്കും. അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് ഇവർ വീണ്ടും അപ്ലൈ ചെയ്തു, എന്നിട്ടൊന്നും സാങ്ഷൻ കൊടുക്കത്തില്ല. കേരള ഹൈക്കോടതി 3 തവണ ഇവർ ഈ സാങ്ഷൻ കൊടുത്തേക്കുന്ന റെഫ്യൂസ് ചെയ്തുള്ള ഉത്തരവ് തെറ്റാണ്, അത് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയല്ല. അവസാനം കണ്ടംപ്റ്റ്, കോട്ടലക്ഷ്യത്തിന് നടപടിയെടുത്തു. കോട്ടലക്ഷ്യം എങ്ങനെ നിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊറേറ്റീവാണ്. കൊടുത്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. യഥാർത്ഥത്തിൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കത്തില്ല, തീർന്ന്. ഇങ്ങനെ ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ തന്നെ വന്നേക്കുന്ന വലിയ ഒരുപാട് കേസുകളിനകത്ത് ഈ സാങ്ഷൻ കൊടുക്കാതെ അത് അവസാനം വെറും മജിസ്ട്രേറ്റ് കോടതിയുടെ ഒഫൻസായിട്ട് മാറ്റി അതിന് വിചാരണ നടത്തി പോയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്, എനിക്കറിയാം. എന്ന് പറഞ്ഞ പോലെ ഞാനും വിചാരിച്ചിരുന്ന ഇതങ്ങനെ പോകുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ കർശനമായ ഇടപെടൽ മൂലം ഇത് ഇച്ചിരി പ്രശ്നത്തിലായി കുറേയായി. ഇപ്പം മാത്രമല്ല, ഇത് ഏതായാലും ഈ ഗവൺമെൻറ്റിന് ഇതിനകത്ത് ഡിനേ ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. നോക്കിയപ്പം യഥാർത്ഥ INTUC നേതാവിനെ സംരക്ഷിക്കേണ്ട ചുമതല കോൺഗ്രസ് ഗവൺമെൻറ്റിനല്ലേ. പക്ഷേ ഇവരതെടുത്തില്ല. ഏതായാലും അന്തസ്സുള്ള ഒരു തീരുമാനം ഉണ്ടായി. ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള സാങ്ഷൻ കൊടുത്തു. നന്നായി, അതാണ് വേണ്ടത്. നീതി നടക്കട്ടെ, നമുക്ക് നോക്കാം. കള്ളന്മാരൊക്കെ നേരെ അകത്തോട്ട് പോട്ടെ. അഴിമതി എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെയൊക്കെ പണമാണ്. എത്ര പാവങ്ങളുടെ പണമാണെന്നറിയാമോ ഇത് നഷ്ടപ്പെടുത്തിയേക്കുന്നത്. അത് വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം.